തൃശ്ശൂരിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാവിലെ നമ്മൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി പല മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് നമ്മൾ തിരിച്ച് തൃശ്ശൂർ എത്തി. തൃശ്ശൂർ റൗണ്ട് ആണല്ലോ മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഒരു പ്രതീക്ഷിക്കാതെ വന്ന സ്ഥാനാർത്ഥിത്വം എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവോ? തെറ്റല്ല, ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ്. LDFും നേരത്തെ തീരുമാനിച്ചല്ലെന്ന് തോന്നുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഒരേ ഒരു പേരെ ഉയർന്നു വന്നുള്ളൂ. തൃശ്ശൂരിനൊരു സാംസ്കാരിക മുഖം വേണം എന്ന് വന്നപ്പോൾ വേറൊരു പേര് വന്നില്ല എന്നാണ് ബിനോയ് വിശ്വം സഖാവ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ യുവകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരു പരിഗണന ഉണ്ടാവാം. പിന്നെ തൃശ്ശൂരിന് ചിരപരിചിതനാണ്, ഒരു സാംസ്കാരിക മുഖമാണല്ലോ കുറേ കാലമായിട്ട്. ഞാൻ ബിനോയ് വിശ്വം സഖാവ് വിളിച്ച് പറയുന്നതുവരെ അങ്ങനെ ഒരു ആലോചനയോ സ്വപ്നമോ വിചാരമോ ഇല്ലാതിരിക്കുക. പക്ഷേ അങ്ങനൊരു തീരുമാനം പ്രസ്ഥാനം എടുക്കുമ്പോൾ എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കവിത എഴുതുന്നതും പ്രഭാഷണം നടത്തുന്നത് പോലെ തന്നെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഏതാണ് കൂടുതൽ വിഷമം? രാഷ്ട്രീയ പ്രവർത്തനം കുറെ കൂടി പ്രയാസകരാണ്. കാരണം കവിത എഴുതാൻ നമുക്ക് ഒരു ഭാവന മതി. ഇത് അടിത്തട്ടിലെ മനുഷ്യർ, ഇപ്പോൾ 2 ലക്ഷം മനുഷ്യരുണ്ടെങ്കിൽ 2 ലക്ഷം മനുഷ്യരെയും ചെന്ന് തൊട്ട് അവരോട് നമ്മൾ വോട്ട് ചോദിക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഒരു വലിയ പ്രോസസ്സാണ്. പക്ഷേ എനിക്ക് ജനങ്ങളുമായിട്ട് ബന്ധം നേരത്തെ ഉള്ളത് കൊണ്ട് എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ എഴുത്തുകാരനാണെങ്കിലും ദന്തഗോപുരവാസിയായിരുന്നിട്ടില്ല ഒരു കാലത്തും. ചെറുപ്പം മുതലേ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ്. പക്ഷേ സാധാരണ ഒരു എഴുത്തുകാരൻ പെട്ടെന്ന് ഇങ്ങനൊരു വേഷം കെട്ടി വന്നാൽ ഒന്ന് കഷ്ടത്തിലാവും. അത് വന്നിട്ടില്ല, എങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള ബഹുമാനം വർദ്ധിച്ചത് ഇപ്പോഴാണ്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ബസ്സിലേക്ക് കുറച്ച് യുവതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അവരുടെ കൂടെ രാഷ്ട്രീയ ചിന്തകൾ അറിയാനുണ്ട്. അപ്പോൾ അവർ കയറാൻ വേണ്ടി നമ്മൾ ബസ് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് സംഭാഷണം തുടങ്ങാം. CPIയുടെ മണ്ഡലമാണ്. CPIയുടെ സിറ്റിംഗ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഏൽപ്പിച്ചു തരുന്നത്, അല്ലേ മാഷേ? അതും തൃശ്ശൂരിനെ പറ്റി നമുക്കറിയാം. സംഭാഷണം തുടരാം, അവർ കയറുമ്പോൾ കയറാം. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സീറ്റ് കൊടുത്ത മണ്ഡലമാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറും. അത് നിലനിർത്തുക, വലിയൊരു പോരാട്ടം നടത്തുക, ഇതൊക്കെയുണ്ട്. മാഷ്ക്ക് താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ വോട്ടർമാരെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? എൻ്റെ അനുഭവം, ഞാനിപ്പോൾ 211 ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെയും ബൂത്ത് തലത്തിലുള്ള സാധാരണ മനുഷ്യരെയും ഇടത്തരക്കാരെയും കർഷകരെയും തൊഴിലാളികളെയും ജീവനക്കാരെയും റിട്ടയർഡ് ജീവനക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു പൊതുജന സാമാന്യത്തെ കഴിഞ്ഞ 16 ദിവസത്തോളമായി നേരിട്ട് കണ്ട് സംസാരിച്ചു. സത്യത്തിൽ മണ്ഡലത്തിൻ്റെ എല്ലായിടത്തും എത്തി, ചിലയിടത്തൊക്കെ 2-3 തവണ എത്തി. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജനങ്ങൾക്ക് 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെക്കുറിച്ച് ഒരു പരാതിയില്ല. ഒരാളെങ്കിലും എന്തെങ്കിലും പോരായ്മ, പാർട്ടിക്കാരെ മാത്രമല്ല ഞാൻ കണ്ടത്, പറഞ്ഞിട്ടില്ല. 1-2 ആളുകൾ ഇതിൻ്റെ കൂടി ശരിയാക്കി തരണം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നുണപ്രചരണങ്ങളൊക്കെ മറ്റേതോ കോർണറിൽ വരുന്നതാണ്. ഈ ഭരണം ജനവിരുദ്ധമാണെന്നോ ഒക്കെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നില്ല. അതൊന്നും കാര്യമുള്ള കാര്യമില്ല. ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല, ജനങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. നമുക്ക്